ഷക്കീലെ പോലെ റോൾ കിട്ടിയ ചേച്ചി ചെയ്യോ? അടിച്ച് മുതകുറ്റി പൊളിക്കാൻ ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. ഇതുപോലുള്ള കുലിഷ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? ആക്ട്രസ് ആയിട്ടുള്ള പ്രിയങ്ക അനൂപിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്ത ആങ്കർ, എൻ്റെ ദൈവമേ, പുള്ളിക്കാരത്തി പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. പ്രിയങ്കയുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇന്നീട്ട് ഒന്ന് ചെവുക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ. കാര്യം അമ്മാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, മുഖം കണ്ടാൽ അറിയാം വാരിക്കോരി കൊടുക്കുന്നവളാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്? അതായത് വളരെയധികം ഒരു സ്ത്രീയെ വിളിച്ചിരുത്തി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനമാണ് ഈ ഒരു ആങ്കർ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ചാനൽ മാത്രമല്ല, മിക്ക ചാനലുകളുടെയും പരിപാടി ഇതാണ്. റീച്ചിന് വേണ്ടിയിട്ട് കുറേ കൂതറ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്, എന്നിട്ട് ചുമ്മാ അടി ഉണ്ടാക്കുന്ന രീതിയിൽ നാടകം കാണിക്കുക, എന്തൊക്കെ ഡ്രാമയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക് ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. കാര്യം വേറെ ചാനൽസിനകത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഈ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മുൻകൂട്ടി പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം. ഷക്കീലെ പോലെ റോൾ കിട്ടിയ ചേച്ചി ചെയ്യോ? അടിച്ച് മുതകുറ്റി പൊളിക്കാൻ ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. ഇതുപോലുള്ള കുലിഷ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി എല്ലാ പടത്തിൽ ഇതുപോലെ ചെയ്തില്ല, ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ, ചേച്ചി ഇന്ന പോലെ പെണ്ണാണെന്ന് ചോദിക്കാൻ നിൽക്കണം. നിങ്ങൾ ആളായിട്ടില്ല. ചേച്ചി ഇതുപോലെ ചേച്ചിയുടെ ഒരു പഴയ സിനിമ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയില് ചേച്ചി അഭിനയിച്ച ഒരു റോൾ ഉണ്ടായിരുന്നല്ലോ, സലീം കുമാറിന്റെ പാർട്ണറായിട്ട് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഡബിൾ മീനിങ്ങിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണെന്ന്. ഒരു ഡബിൾ മീനിങ് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ? സിനിമ എന്ന് പറയുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമയിൽ കിട്ടുന്ന റോളുകൾ പല രീതിയിലുള്ള റോളുകളുണ്ട്, അത് പല ആൾക്കാരും ചെയ്യുന്നുമുണ്ട്. അതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ കാണിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് വളരെ പൊട്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും അഭിനയിക്കും, കാര്യം അവരുടെ ജോലി അതാണ് എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ പേരും പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ? കാണിക്കുന്നത് അങ്ങേയറ്റം ചെറ്റത്തരം അല്ലേടെ ഇതൊക്കെ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ തന്നെ വില കൊണ്ടുവന്ന് കളയുവാണ്. മീനിങ്ങിലെ കാര്യമാണ്. അപ്പൊ ആ വേഷം അറിഞ്ഞുകൊണ്ട് എന്നെ ചേച്ചി എടുത്തതാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതുപോലുള്ള കുലിഷ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? എന്താണ് അതിനകത്ത്? സിനിമ എന്ന് പറയുന്നത് അഭിനയമല്ലേ? എത്ര ആൾക്കാർ എന്തൊക്കെ റോൾ അഭിനയിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോകുന്നു, അഭിനയിക്കുന്നു, എന്റെ ജോലി ചെയ്യുന്നു, ഞാൻ പോരുന്നു. പിന്നെ അതിനകത്ത് മീനിങ് നോക്കി ഇന്റർവ്യൂ എന്നാ പിന്നെ മിണ്ടരുതല്ലോ നമ്മള്. നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളൂ? ചേച്ചി ഒരു കുടുംബിനി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയോ. ഇതിപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഈ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ റിയാക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം സ്ത്രീകൾ അനാവശ്യമായിട്ട് ആണുങ്ങൾക്ക് നേരെ കൊണ്ടുവന്ന് കേസുകൾ കൊടുക്കുന്നു, അതായത് വ്യാജമായിട്ടുള്ള പീഡന പരാതികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടി പ്രിയങ്ക വന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം പ്രിയങ്ക ഇപ്പം സത്യം പറഞ്ഞ ആൾക്കാർ ചിത്രീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുലസ്ത്രീ. അപ്പം കുലസ്ത്രീകളാണല്ലോ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നത്, അതായത് പെൺകുട്ടികൾക്കൊക്കെ നേരെ പ്രതികരിക്കുന്നത് കുലസ്ത്രീകളാണ് എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പുള്ളിക്കാരത്തെ വിളിച്ചിരുത്തി ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് നല്ല നാടനായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതിക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചി അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഡബിൾ മീനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഇതുമായിട്ട് യോജിപ്പ് ചെയ്യാൻ പറ്റുമോ, യോജിക്കാൻ പറ്റുമോ? എങ്ങനെ? ഞാൻ അതുപോലെയാണോ നടക്കുന്ന സ്ത്രീയാണോ? അങ്ങനെ നടക്കുന്ന സ്ത്രീയാണെന്ന് അങ്ങനെ നിങ്ങൾ പറയണോ? സ്ത്രീ ആണെന്നല്ല, ഈവൻ ചേച്ചി പറയുന്നു എന്തായാലും അതൊരു അഭിനയമാണ്. കുടുംബം വേറെ, അഭിനയം വേറെ. ഇപ്പൊ റിയൽ ലൈഫിൽ ചേച്ചി പറയുന്നു ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കുടുംബം നോക്കുന്ന ഒരു ഭാര്യയാണ്. അത്തരത്തിലുള്ള ഒരാള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതിന് നേരത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഒരു പയ്യന് ഒരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിച്ച് മുതകുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ. കാരണം എനിക്ക് ഈ മാതിരി ശരിക്കും അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ശരിക്കും വായും കൊണ്ട് നമ്മൾ പറയല്ല ചെയ്യേണ്ടത്, പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം ഇമാതിരി തോന്നിവാസങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഷക്കീല അഭിനയിച്ച പടങ്ങളിലെ പോലെ അതേപോലെ ഒരു റോള് കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി അഭിനയിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് എത്രത്തോളം തരം താഴുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചോണം ഈ ഇൻ്റർവ്യൂ ഒക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേര് കൊണ്ടൊന്ന് കേസ് കൊടുക്കണം, വിളിച്ചിരുത്തി അപമാനിച്ചതിൻ്റെ പേരിൽ. അതായത് ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത് മറ്റേ ഒരു സ്ത്രീയെടുത്ത് ഷക്കീലെ പോലെയുള്ള റോളുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഇവരെന്തുമാത്രം അതപ്പതിച്ചു പോയെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേ. ൊക്കെ
നിങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഇന്റർവ്യൂ ആണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുക. നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കണം. കാരണം എത്രയോ ചോദ്യങ്ങൾ നമുക്ക് നല്ലത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതിനിടയ്ക്ക് ഈ അഭിനയിക്കുന്ന റോൾ ഇന്റർമീനിങ്ങിൽ ഞാൻ യഥാർത്ഥ്യമാണോ, ഞാൻ കുലസ്ത്രീയാണോ, കുടുംബിനിയാണോ, ഇതൊന്നുമല്ല നമ്മൾക്ക് വേണ്ടത്. നമുക്കല്ലാതെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് ചോദിച്ചുകൊണ്ട് മോക്ക് വല്ല സുഖം കിട്ടുന്നുണ്ടോ? ഇതൊരു റിയൽ ചോദ്യം. എന്താ റിയൽ ചോദ്യം? എടോ അഭിനയം, ഞാൻ പറഞ്ഞ താൻ ഇവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, താൻ വീട്ടിൽ പോയി ദിവസം ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണോ? ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കണേ? അല്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അഭിനയിക്കാൻ ഏത് റോൾ കിട്ടിയാലും നല്ല ബോധമുണ്ട്. അപ്പം എന്താണ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് നല്ല ബോധമുണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് മനഃപൂർവ്വം റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറച്ച് തോന്നിവാസങ്ങൾ, അല്ലാതെ എന്താ പറയേണ്ടത്? ഇടയ്ക്ക് വെച്ചിട്ട് ഇതേപോലെയായിരുന്നു മനീഷ എന്ന് പറയുന്ന മറ്റേ ബിഗ് ബോസിലുണ്ടായിരുന്ന ആ പുള്ളിക്കാരത്തെ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലെയുള്ള കുറേ ചോദ്യങ്ങൾ ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് നല്ല മറുപടി മനീഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡായി മാറിയിരിക്കുവാണ്. കുറച്ച് വേണ്ടാത്ത കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരുടെ വായിരിക്കുന്ന കുറേ തെറിവിളികൾ കേൾക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ എന്തായാലും ആ വീഡിയോ കാണുമല്ലോ, അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പും കിട്ടും. ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ഒരിക്കലും കാണിക്കല്ലേ. കാര്യം നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ചാനലാണ്. നമ്മളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് പ്രതികരിക്കും. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി സ്ട്രൈക്ക് അടിക്കാൻ നിൽക്കുന്ന മറ്റേ പരിപാടികൾ കാണിക്കുന്ന പരിപാടികളുണ്ടല്ലോ, അതൊന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിക്കാൻ നിൽക്കരുത്. എത്രയേ പറയാനുള്ളൂ. കാര്യം നിങ്ങളുടെയൊക്കെ മെയിൻ ഒരു പരിപാടിയാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടിനും സ്ട്രൈക്ക് അടിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൗണ്ടറുണ്ട്, അടിച്ചങ്ങ് പൊട്ടിക്കാനും അറിയാം. അത് വേറൊരു സത്യം. കാര്യം യൂട്യൂബിൻ്റെ നിയമപ്രകാരം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഫെയർ യൂസ് പോളിസിക്കകത്ത് പെടുന്ന കാര്യമാണ് നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് കാണിക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ ക്വാളിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. നാളെ ഒരു കാലത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിനെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും വരത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാര്യം നിങ്ങളുടെ ചാനലിൽ കേൾക്കുമ്പോഴേ ആൾക്കാർ അയ്യോ വേണ്ട, അത്രയും വൃത്തികെട്ട ചാനൽ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, ഒരു സ്ത്രീയെ വിളിച്ചിരുത്തിയിട്ട് ഇത്രയും തോന്നിവാസം പറഞ്ഞ ചാനലാണ്. ആ കൂതറ ചാനലൊന്നും പോകേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇല്ലെന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ട് നിങ്ങളുടെയൊക്കെ വില കൊണ്ടുവന്ന് കളയാതിരി. എന്റെ ജോലി അഭിനയല്ലേ. പിന്നെ അതേപോലെ ഷക്കീല അവരൊക്കെ അഭിനയിക്കുന്ന റോൾ അതെന്റെ ഇഷ്ടമല്ലേ. അതുപോലത്തെ റോള് എനിക്ക് എന്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അഭിനയിക്കാറ്. എനിക്ക് അങ്ങനത്തെ റോള് കിട്ടി അഭിനയിക്കേണ്ട രീതി ചിലപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നല്ല റോള് വേറെ ഞാൻ ചെയ്തിരിക്കും. എന്റെ ജോലി അഭിനയം. ചേച്ചിയുടെ കുടുംബിനി പോവില്ലേ? എവിടെ പോണു? അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. അഭിനയം വേറെ എത്രയോ നല്ല റോൾസ് അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രിയങ്ക എന്ന് പറയുന്നത് ഒരു സിനിമാ നടിയാണ് അല്ലേ? അപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല നല്ല വേഷങ്ങൾ അവർ ചെയ്യുന്നതിനകത്ത് എന്തത്ര തെറ്റിരിക്കുന്നത്? രേണു സുധിയുടെ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത്, ഈ ദാസേട്ടനുമായിട്ട് റീല് വന്ന സമയത്ത്. അപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അതിന് സപ്പോർട്ടാണ് ചെയ്തത്. അവരതിന് ചെയ്തതിന് എന്താണ് അത്ര തെറ്റിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിനാണ് ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഇവർക്ക് കിട്ടിയേക്കുന്ന നല്ല നല്ല വേഷങ്ങൾ ഇവർ അഭിനയിച്ചതിനകത്ത് എന്തത്ര തെറ്റിരിക്കുന്നത്? നമുക്കൊക്കെ അത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു സീൻ കണ്ടു കാണും. അതായത് പുലിവാൽ കല്യാണത്തിനകത്ത് സലീം കുമാർ നമ്മുടെ ജയസൂര്യക്ക് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു സീനെ പറ്റിയിട്ടാണ് പറയണത്. ഭയങ്കര കോമഡി ആയിട്ടുള്ള സീനാണ് അത്. അവിടെ ചിരിക്കാനാണുള്ളത്. അവിടെ ഒരിക്കലും വേറൊരു രീതിയിലുള്ള ഒരു അർത്ഥവും കാര്യങ്ങളും ഒന്നും അവിടെ നമ്മുടെ മനസ്സിൽ വരത്തില്ല. അപ്പം അതൊക്കെ വളച്ചൊടിച്ചിട്ട് വേറൊരു രീതിയിലൂടെ കൊണ്ടുവന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. പറയാൻ വേറെ ഒന്നുമില്ല ഇവർക്ക്, ചോദിക്കാൻ വേറെ ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. എത്രത്തോളം ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം അങ്ങ് ഇൻസൾട്ട് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വന്നിരിക്കുന്ന എത്രയോ നടികൾ എന്തെല്ലാം റോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല ലൈഫ്. ജോലിയായിട്ട് കാണണം. മനസ്സിലായോ? അഭിനയം എന്ന് പറഞ്ഞാൽ ജോലിയാ, അല്ലാണ്ട് അത് കുടുംബത്തിലേക്ക് എടുക്കുകയല്ല. കുടുംബത്തിൽ കുലസ്ത്രീയും പിന്നെ സാരി എടുത്ത് കിടക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം. രംഗീലയില് ഊർമിള ചെയ്ത പോലത്തെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അഭിനയിക്കാൻ ഞാൻ പോകുന്നുണ്ടോ? എന്റെ ശരീരത്തിന് ഞാൻ ചെയ്യില്ല. കാരണം എന്റെ ശരീരത്തിന് ചേർന്ന് എന്റെ കുടുംബത്തില് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ റോളൊക്കെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. എനിക്ക് പറ്റാത്ത റോളാണ് അയ്യോ അത് ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള തന്നോട് എനിക്കുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ ഒരു റോൾ ഇപ്പൊ പഞ്ചവർണം, ഞാൻ ആ ഒരു പഞ്ചവർണം എന്നുള്ള ക്യാരക്ടർ തിളക്കത്തിൽ ചെയ്തിട്ടുണ്ട്. മുണ്ടും ബ്ലൗസ് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് വൾഗറായിട്ടാ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ? ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ എഴുന്നേറ്റ് പോയില്ലേ? കേട്ടോണ്ടിരിക്കുവോ? ഒരാൾ ഇവിടെ വന്നിരുന്ന് ഇന്റർവ്യൂവിന് ഒരാണ് വന്നിരിക്കുക, ഞാൻ തിരിച്ചു ചോദിക്കുക. അപ്പൊ അറിയാം വേറെ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണീറ്റ് പോകുമെന്ന്. അപ്പം നിങ്ങൾക്ക് എന്തും ചോദിക്കാം ആൾക്കാരുടെ അടുത്ത് അല്ലേ? അവരുടെ ഇമോഷൻസ് വെച്ച് നിങ്ങൾക്ക് കളിക്കാം. അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസൾട്ട് ചെയ്യാം. നേരെ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊള്ളും. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു പെൺകുട്ടിയല്ലേ? നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബോധം പോലും ഇല്ലേ?
സിനിമയിൽ ചെയ്ത വേഷങ്ങൾ വെച്ചിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കുന്നു. അതും പോരാ, ഞാൻ അതെടുത്ത് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൽ വന്ന ആളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കൊള്ളാം, എന്തായാലും നല്ല പരിപാടിയാണ്. എന്തായാലും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വിവരം കെട്ട ആൾക്കാർ കാണുമായിരിക്കാം, പക്ഷേ ബുദ്ധിയും ബോധവും വിവരമുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇതൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ വീഡിയോയുടെ താഴെ വന്ന കമൻസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാവരും പറയണത് കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കണമെന്നാണ് പറയണത്. കാര്യം ഒരു മനുഷ്യർക്ക് പേഴ്സണലി ഈ ഒരു ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം അങ്ങേറ്റം ചെറ്റത്തരവാണ് ഇത്. ഒരു സ്ത്രീകളെ ഇപ്പം പ്രിയങ്ക മാത്രമല്ല, വേറെ ഒരു മനുഷ്യരെയും വിളിച്ചിരുത്തിയിട്ട് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. അല്ലാതെ ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ആണ് മോശമായിട്ട് നിന്റെ മോളുടെ മുഖത്തേക്ക് വല്ലതും കാണിച്ച് എന്ത് ചെയ്യും? ജോലിയാണത്, മനസ്സിലാക്കുക കേട്ടോ. ഇനി ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ. ഇപ്പോൾ ഒരു ആണാണ് ഈ ഒരു പെൺകുട്ടിയെടുത്ത് ചോദിച്ചെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നം അവിടെ നടന്നേനെ നിങ്ങളൊന്ന് ചിന്തിക്ക്. ഒരു ആൺകുട്ടിയാണ് വന്നിരുന്നിട്ട് ഈ ആങ്കറിൻ്റെ അടുത്ത് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പല പല പ്രശ്നം നടന്നേനെ. ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ രംഗത്ത് വന്നേനെ, എന്നിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ വന്നേനെ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടന്നേനെ. നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇതൊക്കെ ഇതൊക്കെ അങ്ങേറ്റം ചെറ്റത്തരമല്ലേ ഇതൊക്കെ. റീച്ചിന് വേണ്ടി ഇമാരി നാറി പരിപാടിയൊക്കെ കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് അറിവ് വെച്ചിട്ട് സംസാരിക്കണം. തിരിച്ചു ചോദിച്ച് മനസ്സിലായല്ലോ. ഇന്റർവ്യൂ ചെയ്യുന്ന പുരുഷൻ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ആ പുരുഷൻ വൃത്തികേട് എന്തെങ്കിലും കാണിച്ച് പ്രതികരിക്കുവോ? പ്രതികരിക്കും. അപ്പൊ ഇത് ജോലിയാണ് നമ്മുടെ, പ്രതികരിക്കണം. അതന്നെ ഞാനും എൻ്റെ ഫീൽഡിലും ചെയ്യുക. അഭിനയം ജോലിയാ, അങ്ങനെ കണ്ട ആളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പോ സിനിമകൾ ഇല്ലാത്തത്. ഒരിക്കലും അല്ല, അതുകൊണ്ടൊന്നുമല്ല. അത് ആർക്കുണ്ട് വേറെ സിനിമകളൊന്നും എടുത്ത് പറയാമോ? എന്താ അങ്ങനത്തെ റോളും? അതുകൊണ്ടായിരിക്കാം ഇപ്പൊ സിനിമകളില്ലാത്തത്. അതായത് നാണം കെടുത്തുമല്ലേ ഇത്. കഴിവതും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് പോകരുത്. എത്ര പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോകരുത്. കാര്യം നമ്മളുടെ വില കളഞ്ഞിട്ട് നമ്മൾ ഒരിടത്ത് പോയിരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. മനസ്സിലായില്ലേ? അഥവാ പൊയ്ക്കോ, അത്രയും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന നല്ല മര്യാദയായിട്ടുള്ള കുറച്ച് ആങ്കേഴ്സ് കാണും. അവരുടെ അടുത്തൊക്കെ പോയി നിങ്ങൾ സംസാരിക്കുന്നതിനകത്ത് എന്താ പറയുക, അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. ദൈവത്തെ ഓർത്ത് ഇമാതിരി ആൾക്കാരുടെ അടുത്ത് ഒന്നും ഒരു മനുഷ്യരും പോയിരിക്കല്ലേ. മിക്ക സെലിബ്രിറ്റീസിൻ്റെ അടുത്താണ് ഈ പറയണത്. മാത്രമേ സിനിമയിലും ഉള്ളൂ, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എത്ര നല്ല റോളുകൾ ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ റോളുകൾ മാത്രമല്ലല്ലോ ഞാൻ ചെയ്യണത്. എത്രയോ നല്ല റോളുകൾ, എത്ര നല്ല പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയില്ലെന്നും, സിനിമയില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ന്യൂ ജനറേഷനാ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും പ്രതികരിക്കുക. ജോലിയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വെച്ച് ഇയാൾ അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷൻ നേരെ വന്നു കഴിഞ്ഞിട്ട് അയാൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയണ പോലെ അങ്ങ് ചെയ്യുമോ? ഒരിക്കലും. പിന്നെ താൻ എന്ത് ചോദ്യമാണോ എൻ്റെ അടുത്ത് മണ്ടത്തരം ചോദിക്കണിരുന്നുണ്ട്? ഞാൻ അഭിനയിച്ച റോള് ജീവിതത്തിലോട്ട് വന്ന് ഞാനൊരു സ്ത്രീയല്ലേ ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അതിനർത്ഥം പറഞ്ഞത്? ഇതുപോലെയുള്ള അത്രയും നിലപാടുകൾ സിനിമയിൽ അഭിനയിച്ച റോള് ജീവിതത്തിൽ കാണിക്കൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അതിനകത്ത് മീൻ ചെയ്യുന്നത്? ഇതിൽ പരം ഒരു അപമാനം ഉണ്ടോ? ഒരു സ്ത്രീക്കടുത്ത് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം എനിക്കറിയത്തില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പേരില്ലേ എന്തരം തെമ്മാടിത്തരങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റീച്ച് ഉണ്ടാക്കിക്കോ, പക്ഷെ അതിനും വേണം ഒരു അന്തസ്സ്. ഈ പരിപാടി കാണിച്ചിട്ടല്ല. അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ അല്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. നല്ല രീതിയിൽ പ്രതികരിക്കണമായിരുന്നു. ശരിക്കും മാത്രമല്ല അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യണമായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. കാര്യം ഇങ്ങനെ നാണം കെട്ട് ഒരിക്കലും ചെന്നിരിക്കരുത്. നിങ്ങൾക്കൊരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ നിങ്ങൾ കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെന്ന് ഇതൊക്കെ പറയുന്നത് കേട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങളെ തന്നെ കമന്റ് ചെയ്യും. അതും എൻ്റെ ജോലി സംബന്ധമായ അഭിനയമായിട്ട് യാതൊരു ബന്ധമില്ല. എൻ്റെ കുടുംബത്തിൽ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ എനിക്ക് മോൻ വളർന്നു വരുന്നുണ്ട്. നാളെ അവനൊരു അമ്മയാണ്. അതിന് പറ്റിയ റോളുകൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് പറ്റാത്ത റോള് ഞാൻ ചെയ്യാതിരിക്കുക. അതെൻ്റെ നിലപാടാണ്. അല്ലേ? ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ഇന്റർവ്യൂ ജോലിയായിട്ടല്ലേ ചെയ്യണത്? പാഷനല്ലോ. സാലറി കിട്ടുന്നില്ലേ? ഇല്ലേ? ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരു പുരുഷൻ വന്ന് ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് വേറെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്ത് ചെയ്യും? ഇയാളുടെ അടുത്ത് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയില്ലേ? അതൊക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയും, അത്രേ ഉള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിപ്പം ആ പുള്ളിക്കാരത്തിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരും കാരണം ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല മേ ബി പ്രതികരിക്കുന്നത്.
എന്നാലും ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ പാർട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ചാനലുണ്ട്, ഏകദേശം 37 മിനിറ്റ് ഉണ്ട്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ താഴെ വന്ന കമൻസും കൂടെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.